നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഹരിനാമകീർത്തനത്തിലെ 30-ാമത്തെ പദ്യം നോക്കാം. കഷ്ടം ഭവാനയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീബത ശപിപ്പിച്ചതെന്തിനിഹ നക്രീണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ. അപ്പോൾ ഒരു കഥയുമായിട്ട് ഭാഗവതത്തിലെ ഒരു കഥ 8-ാം സ്കന്ധത്തിലെ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു പദ്യം, 30-ാമത്തെ പദ്യം. അതായത് ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു പാണ്ഡ്യ രാജാവ് ഭഗവാന്റെ ഭക്തനായിരുന്നു, ഭഗവാനെ ഭജിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അഗസ്ത്യമുനിയെ കൊണ്ട് ശപിപ്പിച്ചു. എന്നിട്ട് ആനയായിട്ട് തീരട്ടെ എന്ന് ശപിപ്പിച്ചു. അങ്ങനെ ശപിപ്പിച്ചത് എന്തിനാണ്? ഇനി അങ്ങനെ ശപിച്ചതോ പോട്ടെ, പിന്നെ ആ മുതലയെ കൊണ്ട് കാലിൽ കടിപ്പിച്ച് കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ വളരെ ആശ്ചര്യം തോന്നുന്നു. കഷ്ടമെന്നേ പറയേണ്ടു എന്നാണ് ഹരിനാരായണായ നമ എന്ന്, നാരായണ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗവതത്തിലെ ആ ഒരു കഥ എന്ന് പറയുന്ന ഗജേന്ദ്രമോക്ഷം എന്ന കഥയാണ്. ഇവിടെ ദ്രാവിഡ ദേശത്ത് പാണ്ഡ്യരാജ്യം ഭരിച്ച രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ്. അപ്പോൾ വിഷ്ണു ഭക്തനായിരുന്നു. എന്നാൽ ഒരിക്കലും ഇങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് അഗസ്ത്യ മുനിയും ശിഷ്യന്മാരും ഒക്കെ അവിടെ വന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, ആ ധ്യാനത്തിലായിരുന്നുകൊണ്ട്. അപ്പോൾ ഇത് കണ്ട് മുനി കോപിച്ച് പറഞ്ഞു, നീ ഒരു ആനയായിട്ട് മാറട്ടെ. ആ ഒരു ഗജവീരനായിട്ട് മാറുമ്പോഴും അതിൽ എന്നെ സ്മരിക്കുമ്പോൾ ഭഗവത് സ്മരണ മാറാതെ നിനക്ക് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ആ സമയത്ത് പിന്നെ അങ്ങനെയാണ് ഗജേന്ദ്രനായിട്ട് ആനയായിട്ട് ഇങ്ങനെ ത്രികൂട പർവ്വതത്തിൻ്റെ അടുത്തുള്ള ഒരു ക്ഷീരോദ സരസിൽ ഇങ്ങനെ ഇറങ്ങി, ഒരു വേനൽക്കാലത്ത് അങ്ങനെ വെള്ളത്തിലിറങ്ങിയിരിക്കുന്ന ആനകൾക്കൊക്കെ വളരെ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഈ ഗജേന്ദ്രനും പിന്നെ അതുപോലെ പിന്നെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ആ ഒരു ആനക്കൂട്ടം തന്നെ ആ സരസിലിറങ്ങി ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് തിമിർത്തു. അപ്പം എല്ലാവരും കളി കഴിഞ്ഞ് ആനകളൊക്കെ കയറി. എന്നാൽ ഗജേന്ദ്രൻ കയറാൻ വന്നപ്പോൾ കയറാൻ പറ്റുന്നില്ല, കാലിൽ ഒരു മുതല കടിച്ചിരിക്കുന്നു. അപ്പോൾ ആ മുതല എന്ന് പറയുന്നതും ഒരു ഗന്ധർവനാണ്, ഹൂ എന്ന ഒരു ഗന്ധർവൻ. അപ്പോൾ ആ ഒരു ദേവല മുനി എന്ന് പറയുന്ന ഒരു മുനിയുടെ ശാപത്തിലാണ് ആ ഗന്ധർവനും മുതലയായിട്ട് മാറിയത്. അപ്പോൾ ആ മുതലയായിട്ട് മാറിയ ആ ഗന്ധർവൻ ഈ ഗജേന്ദ്രൻ എന്ന ആനയുടെ കാലിൽ കടിച്ച്, അപ്പോൾ ഒരുപാട് കാലം പിന്നെ യുഗങ്ങളോളം ഇങ്ങനെ ആ പിടി വിടാതെ നിന്നു എന്നും വളരെ കഷ്ടപ്പെട്ട് വലിച്ചെടുക്കാൻ നോക്കി പറ്റിയില്ല എന്നും അവസാനം പിന്നെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഭഗവാന്റെ ഓർമ്മയിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി വരുന്ന ഭഗവാൻ ആ ഭഗവാന്റെ കയ്യിലുള്ള ആ ഒരു കയ്യിൽ സുദർശന ചക്രം, ആ ചക്രം വെച്ചിട്ട് മുതലയുടെ കഴുത്ത് അറുത്ത് ആ ഭഗവാന്റെ കരസ്പർശമേറ്റപ്പോൾ മുതലയ്ക്കും പിന്നെ ശാപമോക്ഷം കിട്ടി, ഗജേന്ദ്രനും ശാപമോക്ഷം കിട്ടി. അങ്ങനെ വിഷ്ണു പാർഷദന്മാർ വന്ന് വൈകുണ്ഠ ലോകത്തിലേക്ക് ഗജേന്ദ്രന് പ്രാപിക്കാനുള്ള അവസരം ഒരുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സുദർശന ചക്രത്തിൻ്റെ പ്രഹരമേറ്റപ്പോൾ ഗന്ധർവനായിട്ടുള്ള പിന്നെ മുതലയ്ക്കും പിന്നെ മോക്ഷം കിട്ടി. അതുപോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗജേന്ദ്രനും മോക്ഷം കിട്ടി. ആ ഗജേന്ദ്ര മോക്ഷം എന്ന കഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗജേന്ദ്രൻ
അതായത് മുതല കടിച്ചു എന്ന് പറയുമ്പോൾ, ഗജേന്ദ്രൻ്റെ കാലിൽ മുതല കടിച്ചു എന്ന് പറയുമ്പോൾ കാമം, അഹന്ത ഇങ്ങനെയുള്ള വികാരങ്ങളിലാണ് മുതല എന്ന് പറയുന്നത്. ആ മുതലയുടെ ആ കടിയുടെ പ്രഹരത്തിലാണ് ഇന്ന് ഒരുപാട് സമൂഹം ഉള്ളത്. അപ്പോൾ ഈ ക്ഷീരോദ സരസിലാണ് ഗജേന്ദ്രൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഈ സംസാര സാഗരത്തെയാണ്, ആ ഒരു ജീവിതം എന്ന് പറയുന്ന അതൊരു സാഗരം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സരസ്. ആ ഒരു സരസിൽ ഈ കാമക്രോധാദി മതമാത്സര്യങ്ങൾ നിറഞ്ഞ ആ ഒരു മനസ്സാണ് ശരിക്കും, അല്ലെങ്കിൽ ആ വികാരങ്ങളാണ് ഇവിടെ മുതല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു വിവരണമാണ് ഗജേന്ദ്രമോക്ഷം കഥ എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിനെ വളരെയധികം പരീക്ഷിച്ചതിന് ശേഷമാണ്, ഒരുപാട് വർഷങ്ങളോളം ആ മുതല കാലിൽ കടിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ വികാരങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വലിയ വിഷമമാണ് എന്ന് ഉള്ള ആ ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പുറത്ത് വന്നപ്പോൾ മാത്രമേ ഭഗവാനെ വിളിച്ച ആ സ്തുതിയിലാണ് ഭഗവാൻ വന്ന് ആ സുദർശന ചക്രം കൊണ്ട് മുതലയുടെ പിടിയിൽ നിന്ന് അറുത്ത് മാറ്റുന്നത്. അപ്പോൾ വിഷ്ണു പാർഷദന്മാരുടെ ആ ഒരു ആ പദവിക്ക് പോലും എന്നാലേ നമുക്ക് ഒരു യോഗ്യത നേടാൻ കഴിയുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 30ാമത്തെ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കഥ വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. പിന്നെ അപ്പോൾ ഒന്നും കൂടെ അത് ചൊല്ലാം. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്തേന നീബത ശപിപ്പിച്ചതെന്തിനിഹ നക്രേന കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. അപ്പോൾ ഈ ഒരു ഭാഗം ഗജേന്ദ്രമോക്ഷം എന്ന കഥ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പദ്യം ഹരിനാമകീർത്തനത്തിലെ തന്നെ പ്രധാനപ്പെട്ട പദ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഒരുപാട് കഥകളും കൂടെ ഈ ഹരിനാമകീർത്തനത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ആ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഉപനിഷത്തുക്കളുടെ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിലതിലൊക്കെ ഒരുപാട് എന്താ പറയുക വേദങ്ങളുടെ സാരാംശങ്ങളുള്ള പദ്യങ്ങളുണ്ട്. അങ്ങനെ മനുഷ്യനെ അവൻ്റെ ആ ഒരു അവന് ഉപനിഷത്തുകൾ പഠിക്കാൻ, അല്ലെങ്കിൽ ഉപനിഷത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ മലയാളത്തിൽ ഒരു ഉപനിഷത്താണ് യഥാർത്ഥത്തിൽ ഹരിനാമകീർത്തനം. അപ്പോൾ ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനം മലയാളത്തിലെ 2 ഉപനിഷത്തുക്കളാണെന്ന് പറയാം. അപ്പോൾ ഹരിനാമകീർത്തനം നമുക്ക് തന്ന എഴുത്തച്ഛനെന്ന മഹാകവി അന്നത്തെ കാലത്ത് വളരെയധികം അയിത്തങ്ങളും തൊട്ട് തീണ്ടായ്മകളും അതുപോലെ ജാതി വ്യവസ്ഥകളും പിന്നെ അതുപോലെ സവർണ അവർണ വേർതിരിവും എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു കാലത്ത് വളരെ പ്രയാസപ്പെട്ടാണ് ഇങ്ങനെ രാമായണം എന്ന മഹാകാവ്യം രചിച്ചത്. അതുപോലെ തന്നെ ഹരിനാമകീർത്തനം എന്ന് പറയുന്ന ഇതെല്ലാം വളരെ പ്രയാസപ്പെട്ട, അന്ന് എഴുതാനും അത് സൂക്ഷിക്കാനും പോലും സൗകര്യമില്ലാത്ത ഒരു കാലത്ത്, അങ്ങനെയുള്ള ഒരു കാലത്ത് എഴുതിയ കൃതികളാണ് ഇതെല്ലാം. അപ്പോൾ ആ ഒരു എഴുത്തച്ഛൻ എന്ന ഒരു മഹാകവിക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. നമുക്ക് പിന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 51 അക്ഷരമുള്ള ഈ മലയാള ലിപി പോലും നമുക്ക് തന്ന എഴുത്തച്ഛൻ എന്ന ഒരു പ്രതിഭ തന്നെയാണ്. അപ്പോൾ ആ ഒരു മഹാകവിക്ക് മുമ്പിൽ, മഹാഗുരുവിന് മുമ്പിൽ ഈ ഒരു 30 ഗജേന്ദ്രമോക്ഷം എന്ന കഥയെ ആസ്പദമാക്കിയുള്ള ഈ ഒരു 30 സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഓം തത്സത്.
നന്ദി, നമസ്കാരം.